ടി എമ്മില് പിന്നെ കുട്ടികളെ പ്രശ്നങ്ങൾ വന്ന കുട്ടികളെ കണ്ടെത്തി അവർക്കുള്ള റെമഡിയൽ ടീച്ചിങ് നടത്തി. അപ്പോൾ അവർ റെമഡിയൽ ടീച്ചിങ്ങിൽ അവർക്ക് വേണ്ടിയിട്ടൊരു പിന്നെ ദലീലു തദ്രീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തഖീമുൽ മുസ്തമിറും അതേപോലെ തഖീമുൽ ഫാസിലും രണ്ടും നടത്തി. അതിൽ തഖീമുൽ മുസ്തമിറിൽ നമ്മൾ തഖീമുൽ മുസ്തമിറിനെ വീണ്ടും അതിൻ്റെ അൻവാകളെ മൂന്നാക്കി തരം തിരിച്ചു. തഖീമുൽ മുസ്തമിറിനെ 3 ഐറ്റംസ് ആക്കി തിരിച്ചു. അത് ഒന്ന് തഖ്വീമുൽ അമലിയ, ഒന്ന് തഖ്വീമുൽ മുലഫാത്ത്, ഒന്ന് തഖ്വീമു അലാ മുസ്തവൽ വഹദ. ഇനി അതിലെ തഖ്വീമുൽ അമലിയ, അതായത് ഈ തഖ്വീമുൽ മുസ്തമിറിലെ അൻവാഇനെ 3 ആയിട്ട് നമ്മൾ തരം തിരിച്ചല്ലോ. അപ്പൊ അത് നിത്യം ജോയിൻ ചെയ്തവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ അതിനെ പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഇനാണ് തഖ്വീമുൽ അമലിയ. തഖ്വീമുൽ മുസ്തമിറിലെ ഒന്നാമത്തെ ഇനം. എങ്ങനത്തെ തഖ്വീമുൽ മുസ്തമിർ? അത് ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ റെമഡിയൽ ടീച്ചിങ്ങും അതിൻ്റെ തദ്രീസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. അതിൽ ആ റെമഡിയൽ ടീച്ചിങ് നടത്തുന്ന കാര്യത്തിൽ വന്ന തഖ്വീമുൽ മുസ്തമിറിലെ 3 ഇനങ്ങളാക്കി തിരിച്ചു. ആ 3 ഇനത്തില് ഒരു ഇനം വിശദീകരിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതിൽ 3 ഇനമുണ്ട്. അതിൽ ഒരു ഇനമാണ് വിശദീകരിക്കുന്നത് ആദ്യം. അതിന് 3 വിശദീകരിക്കുന്നുണ്ടാവും ഒരു പക്ഷെ. ഉഷാറൊക്കെ നോക്കുക, നമുക്ക് കൊടുക്ക എത്തി നോക്കുക. അപ്പോൾ അത് തഖ്വീമുൽ ഇൽമിയ, അവരുടെ എന്താണ്, അവരുടെ അറിവിനെ ഇവാലുവേഷൻ ചെയ്യണം. അപ്പോൾ തഖ്വീമുൽ അമലിയ എന്നാണ് കേട്ടോ. ഇവിടെ ഇൽമിയ എന്നാണ് തെറ്റെടുത്തുന്നത്. അമലിയ എന്നാണ്. അത് രാമും മീമും മാറിപ്പോതാവും. അമലിയ എന്നാണ്, പ്രോസസ് എന്നുള്ളത്. ഇവിടെ ഈ അമലിയ എന്നാണ്. പിന്നെ അത് തുടങ്ങുന്നത് അമലിയ എന്ന് വെച്ചിട്ടുണ്ടാണ്. ഇന്ത അദാഇ ദിറാസ അഹമിയത്തുൻ കുബ്ര. ഈ പഠന പ്രക്രിയയിൽ വലിയ പ്രാധാന്യം ഉണ്ട്. ഇതിന്, ഈ പ്രോസസ്സിന്. യുൽസമു തഖ്വീമു ജമീഅൽ അമലിയാത്തിൽ മുതഅല്ലഖ ബി അമലിയത്തി ദിറാസ. കാരണം എല്ലാ ഇവാലുവേഷൻ്റെ എല്ലാ ഒരു ഇതും ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ എന്തൊരു കാര്യമാണെങ്കിലും, ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണം ആയാലും റെമഡിയൽ ടീച്ചിങ് ആയാലും അല്ലെങ്കിൽ ഇവാലുവേഷൻ ആയാലും, അങ്ങനെ എന്തൊരു കാര്യവും അവസാനം എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഈ ഒരു പഠന പ്രവർത്തനത്തിക്കാണ്. അപ്പോൾ തജ്വീദ് ദാരിസിൻ ബികുല്ലി ദാമി മത്ലുബി മുംകിൻ ഇന്ദ മർഹലത്തി തശ്കീലി കുല്ല മഫ്ഹൂമിൻ തഖ്വീമു ദിറായാത്ത് വൽ മആനി വൽ മലക്കാത്ത് വൽ കഫാത്ത്. ഇപ്പോൾ കുട്ടികളുടെ എഫിഷ്യൻസി, അവരുടെ എബിലിറ്റീസ്, അതുപോലെ ആശയങ്ങൾ, അവരുടെ കാര്യക്ഷമത, അവരുടെ കഴിവുകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ നോളജ്. ദിറായാത്ത് എന്ന് പറഞ്ഞാൽ നോളജ്. അതിനൊക്കെ ഇവാലുവേഷൻ, എല്ലാ കൺസെപ്റ്റിൻ്റെയും ഇവാലുവേഷൻ രൂപകൽപ്പന ചെയ്യുന്ന ഒരു മേഖലയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മേഖലയാണ് എന്ത്? അമലിയ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടീൻ്റെ ഈ എഫിഷ്യൻസിയും കഴിവും അവൻ്റെ ആശയങ്ങളും അവൻ്റെ നോളജൊക്കെ ഇവാലുവേഷൻ ചെയ്യാനുള്ളൊരു, പിന്നെ ആ കൺസെപ്റ്റുകളൊക്കെ ഇവാലുവേഷൻ ചെയ്യാനുള്ളൊരു രൂപരേഖയാണ് എന്ത്? ഈ അമലിയ എന്നുള്ള ഈ ഒരു പ്രോസസ്സ്, അതിൻ്റെ ഇവാലുവേഷൻ എന്നുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ജാമ് തന്നെ സപ്പോർട്ട് ചെയ്യാം. മുംകിൻ തൻമിയത്തിൽ മുഅശ്ശറാത്തി വസ്തിഖ്ദാമിഹ മുനാസിബത്ത് തഖ്വീമി ദാത്തി. അപ്പോൾ ഒരു പക്ഷെ അത് സ്വയം വിലയിരുത്തലാവാം. തഖ്വീമു ദാത്തി, സെൽഫ് ഇവാലുവേഷൻ ആവാം. അതിൻ്റെ സൂചകങ്ങൾ എന്ത് ചെയ്യാം? മുംകിൻ, സാധ്യതയുണ്ട്. മുംകിൻ തൻമിയത്തിൽ മുഅശ്ശറാത്ത്, അതിൻ്റെ സൂചകങ്ങൾ വളർത്തിയെടുക്കൽ. വസ്തിഖ്ദാമിഹ, എന്നിട്ട് അതിനെ പ്രയോഗവൽക്കരിക്കൽ. എന്തനുസരിച്ച്? മുനാസിബത്തിൽ തഖ്വീമി ദാത്തി, സെൽഫ് ഇവാലുവേഷൻ അനുസരിച്ച്. തഖ്വീമു ദാരിസീൻ, അതുപോലെ കുട്ടികളുടെ ആ ഒരു ഇവാലുവേഷൻ അനുസരിച്ചും. ബാധുഹും ബാധ, കുട്ടികൾ പരസ്പരം എന്ത് ചെയ്യും? എത്ര മാർക്ക് കിട്ടിക്കണ്, അനക്ക് എത്ര മാർക്ക് കിട്ടിക്കണ്, മറ്റവനക്ക് എത്ര മാർക്ക് കിട്ടിക്കണ്, എനിക്ക് കൂടെ ആരാ മാർക്ക് കിട്ടിയിട്ടുള്ളല്ലോ, കൂടെ ഒരു മാർക്ക് കിട്ടിക്കണല്ലോ എന്നൊക്കെ പറയാണ്ട് എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ സ്കൂളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ഞാനൊക്കെ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവും. അരമാർക്കിന് വേണ്ടിയിട്ടും തല്ലുകൂടിയിട്ടുണ്ട് ടീച്ചർമാരായിട്ട്. അങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മളടുത്തേക്കും കുട്ടികൾ വന്നിട്ടുണ്ടാവും. നമ്മള് ടീച്ചർമാരത്തേക്കും പോയത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഒക്കെ ഓർമ്മ ഉണ്ട് ഏതായാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഓരോരുത്തരുടെ പേപ്പർ നോക്കും, ഓരോരുത്തരുടെ പേപ്പറുകളൊക്കെ നമ്മൾ നോക്കും. എന്നിട്ട് അവനക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് മാർക്ക് കുറഞ്ഞത്, എവിടെയാണ് മാർക്ക് കുറച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കും അല്ലേ. അങ്ങനെ വിദ്യാർത്ഥികൾ പരസ്പരം തഖ്വീം ചെയ്യും. പിന്നെ അധ്യാപകന്റെ ഒരു തഖ്വീമുണ്ട്, തഖ്വീമുൽ മുദരിസ്. അധ്യാപകന്റെ ഒരു ഇവാലുവേഷൻ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം പേപ്പറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അധ്യാപനം എന്ത് ചെയ്യും, മാർക്ക് ചിലപ്പം കുറക്കും, ചിലപ്പം കൂട്ടും അല്ലേ, ഒക്കെ ചെയ്യും. അപ്പൊ അത് അധ്യാപകന്റെ ഒരു വിലയിരുത്തലാണ്. അസ്ബ തൊബിഅത്തിൽ വഹദാത്ത്, അത് ഈ യൂണിറ്റിന്റെ ഒരു പ്രകൃതി അനുസരിച്ചായിക്കാരം, യൂണിറ്റിന്റെ പ്രകൃതി അനുസരിച്ചായിക്കാരം. നമുക്ക് ഇസ്തിഖ്ദാമുൽ മുഅശ്ശറാത്ത് താലിയ ബിശക്കിൽ ആമി ലിൽ ഖിയാമി ബിത്തഖ്വീമിൽ ആമിലിയ. ഇനി താഴെ കൊടുക്കുന്ന കുറച്ച് ഹിൻസുകളുണ്ട്, കുറച്ച് സൂചകങ്ങൾ. ആ സൂചകങ്ങൾ ഈ ഒരു പഠന പ്രവർത്തനത്തിൽ നമ്മൾ ഇതാക്കേണ്ടതാണ്. കൈഫ തക്കൂനു തഫ്കീറാത്തു തിഫ്ലി ദാത്തിയ ഫി ഹുഖൂഖി. അവനവന്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവന് സ്വയം ചിന്തിക്കൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ മാർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. അതിനനുസരിച്ച് വേണം മാർക്ക് കൊടുക്കും. ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് അത് പറയും, പിന്നെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അത് അതിനൊക്കെ മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ സ്വയം ചിന്തിച്ചിതാക്കണം. ഒക്കെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. അത് മുഷാറക്ക, പാർട്ടിസിപ്പേഷൻ. തത്തിമുൽ ഇസ്തിഷാറാത്തു മഅഇ ഫി ജമീഇൽ ഖറാറാത്തി ബി ഖുസൂസിൽ അത്ഫാൽ. ഒന്ന് കുട്ടികളുടെ അതനുസരിച്ച് അവരെ സ്പെഷ്യലൈസ് അനുസരിച്ച് എന്ത് ചെയ്യണം, എല്ലാ പിന്നെ എന്താണ് ഖറാറാത്തും അതിൻ്റെ അഡ്വൈസും ഇതാക്കണം. ഇസ്തിഷാറാത്ത് എന്താണ്, ഇസ്തിഷാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ നിർദ്ദേശങ്ങളും എന്താ പറയുക, ഇസ്തിഷാറാത്ത് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ കൗൺസിലിങ്ങും പൂർത്തിയാക്കണം. പാർട്ടിസിപ്പൻസ് ആണ് അല്ലേ. ഒന്ന് മുഷാറക്കല്ല പോകേണ്ട പറഞ്ഞത്. തുഹല്ലി റഅബാത്തി വ മുയൂലി, അതായത് അധ്യാപകൻ എന്ത് ചെയ്യണം, എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, കുട്ടികളുടെ കാറ്റഗറി അനുസരിച്ച് എന്ത് ചെയ്യണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് അധ്യാപനം ചെയ്യേണ്ട പണിയാണ്. അധ്യാപനം ചെയ്യേണ്ട പണിയായിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അധ്യാപകന് ആ കുട്ടികളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, അഡ്വൈസ് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം, എന്ത് ചെയ്യണം, ഉപദേശങ്ങൾ കൊടുക്കണം. തുഹല്ലി റഅബാത്തി വ മുയൂലി, അതുപോലെ തന്നെ അധ്യാപകന്റെ ഇഷ്ടവും അധ്യാപകന്റെ ആ ഒരു താല്പര്യവും ഒക്കെ എന്ത് ചെയ്യണം, ഇഹ്തിമാമുൽ കബീർ ഇൻദ ഇത്തിഹാദിൽ ഖറാറാത്ത്. ഈ ഒരു വിഷയം എടുക്കുമ്പോൾ, ആ ഒരു ഇത് സ്വീകരിക്കുമ്പോൾ അധ്യാപകൻ അതിന് പ്രാധാന്യം കൽപ്പിക്കണം. അധ്യാപകന്റെ ആ ഒരു താല്പര്യം, അധ്യാപകന്റെ ആ ഒരു എന്താ പറയുക, പിന്നെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. തതവഫറുൽ ഫുർസുൽ കാഫിയ ലിൽ മുശ്താറകത്തി ഫിൽ അൻഷിത ഹസ്ബൽ ഖുവത്തി വൽ ളഅഫ്. കുട്ടികളുടെ കഴിവും അതുപോലെ തന്നെ ദുർബലതയും പരിഗണിച്ചുകൊണ്ട് ആക്ടിവിറ്റിയിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉറപ്പിച്ചാൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ലഭ്യമാക്കണം. എല്ലാവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, ആ പങ്കാളിത്തത്തിലുള്ള എല്ലാവർക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉറപ്പുവരുത്തണം. يمكن مرورا بالأنشطة الدراسية ممكن من إناء مقدرات الكفاءة وتجاوز الحدود والقصورات. ഇവിടെ ആക്ടിവിറ്റികൾ